ഓൺലൈൻ ഗെയിമിംഗ് അഥവാ ചൂതാട്ടം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മുതിർന്നവരുടെയും അതുപോലെ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളുടെയും സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ജീവൻ കവർന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇത് നമ്മളെ വലിയ കടക്കെണിയിലേക്കും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നയിക്കും. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരുന്നത് കേവലം ഒരു റിലാക്സേഷന് വേണ്ടിയും അതുപോലെ തന്നെ ചെറിയതായ ടെമ്പററി എൻജോയ്മെന്റിന് വേണ്ടി മാത്രമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഒരു ചൂതാട്ടമായി മാറിയിരിക്കുകയാണ്. അതായത് ചെറിയ തുകയൊക്കെ വെച്ച് ബെറ്റിങ്ങിലൂടെ വലിയ വലിയ റിട്ടേൺ ഒക്കെ ഓഫർ ചെയ്ത് നമ്മളെ പോലുള്ള സാധാരണക്കാർ അതിൽ വീഴും. അത് കിട്ടാതെ വരുമ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയും മാത്രമല്ല നമ്മളെ അത് ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്യും. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ അഡിക്ഷൻ കൂടിയാൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും ജീവിതം തകർത്ത് കളയും. കുട്ടികളുടെ ജീവിതം എങ്ങനെയാണ് തകരുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ കൂടുതലും അക്കാഡമിക്സിൽ കരുതൽ കൊടുക്കേണ്ട പ്രായമാണ് അവരുടെ ബാല്യകാലം. ഇങ്ങനെയുള്ള ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ ചെന്നുപെടുമ്പോൾ അവർക്ക് പഠനത്തിൽ വേണ്ടത്ര കരുതൽ കൊടുക്കാൻ പറ്റാതെയും അവരുടെ ജീവിതത്തെ തന്നെ തകർക്കുകയും ചെയ്യും. അവരുടെ ശരീരത്തെ ഇതെങ്ങനെയാണ് തകർക്കുന്നതെന്ന് വെച്ചാൽ കൂടുതലും കണ്ണിന് വേണ്ടത്ര കരുതൽ കൊടുക്കാൻ പറ്റില്ല. കാരണം കൂടുതലും ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ ചെന്നുപെടുമ്പോൾ അത് കണ്ണിന് സ്ട്രെസ് ഉണ്ടാക്കും. മാത്രമല്ല അവരുടെ ഭാവിയെ തന്നെ അത് തകർക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മുതിർന്നവരുടെ കുടുംബജീവിതത്തെയും അതുപോലെ തന്നെ ജോലിയെയും തകർത്ത് കളയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം കരിയർ തന്നെ തകർത്ത് കളയും. ഓൺലൈൻ ഗെയിമിംഗ് കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് സാമ്പത്തിക പ്രതിസന്ധി. അത് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ സാമ്പത്തികം ഉണ്ടാക്കുവാൻ വേണ്ടി ചെറിയ നുണുക്കുവിദ്യകളിലേക്ക് പോകും. അതായത് നമ്മുടെ നാട്ടിൽ നിരോധിതമായ ഇല്ലീഗൽ ബിസിനസ്സിലേക്ക് ചെന്ന് ചാടും. അങ്ങനെ വരുമ്പോൾ ജീവിതം വലിയ കോംപ്ലിക്കേഷനിലേക്ക് പോകും. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഗെയിം കളിക്കുന്നത് കേവലം ഒരു വിനോദത്തിന് വേണ്ടി മാത്രം ആകണം. അല്ലാതെ ജീവിതത്തെ ഇത്തരത്തിലുള്ള ചൂതാട്ട പ്ലാറ്റ്ഫോമുകൾക്ക് എറിഞ്ഞു കൊടുക്കരുത്. പുതിയ ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.